ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേക്ക് ഫ്രൂട്ട് സലാക്ക്. ഓക്കെ, ഇതൊരു എന്താ പറയുക, നമ്മുടെ ഈന്തപ്പന പോലെ ഒക്കെയുള്ള ഒരു ഒരാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല മുള്ളുള്ള ഒരു പ്ലാന്റ് ആണ്. എനിക്കിതുകൊണ്ട് ഈന്തപ്പന ആ വിഭാഗത്തിൽ തന്നെയാണ് ഇത് പെടുകയെന്ന് തോന്നുന്നത്. എന്താണ് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് നമ്മളെ നാട്ടിൽ ചിലർക്കൊക്കെ കായ്ച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഉള്ള സാധനമാണ്. ഇതിന്റെ തൊലി കണ്ടില്ലേ, പാമ്പിന്റെ തൊലി പോലെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് പറയാനുള്ള കാരണം. ഇതില് മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഉണ്ട്. ഏതൊരു വെറൈറ്റി ഈ മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഇല്ലാതെ കായ്ക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഏതായാലും വെച്ചിട്ടില്ല. അത്യാവശ്യം സ്ഥലമുള്ള ആൾക്കാരെ വെക്കുക, വീടിന്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ട് വെക്കരുത്. കാട്ടുപന്നി ആക്രമണത്തിന് വേലിയുടെ അടുത്തൊക്കെ വെക്കാൻ ബെസ്റ്റാന്നാ പറയുന്നത്. ഇതിങ്ങനെ ഉണ്ടാകുക അടുക്കളായിട്ട് നോക്കാം. ഓക്കെ, ഇതിന്റെ മുന്നിൽ ഒരിക്കാൻ കഴിച്ചിട്ടുണ്ട്. സീഡ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഒരു ടെക്സ്ചർ ഒരു ചക്കയുടെ ഒക്കെ ടെക്സ്ചറാണ്. ടേസ്റ്റ് ഇത് നമ്മുടെ പൈനാപ്പിൾ പ്ലസ് ചക്ക ആ രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടാ. നല്ല ക്രഞ്ചിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചാൻസ് കുറവുണ്ട്. കാരണം അങ്ങനത്തെ എന്തോ ഒരു സ്മെല്ല് മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. സോഫ്റ്റ് അല്ല ഫ്രൂട്ട് ഒരിക്കലും. ഓക്കെ, നമ്മുടെ ചക്കയുടെ അത്രയ്ക്കുണ്ട് സോഫ്റ്റ് അല്ല, ലേശം നല്ല രീതിയിൽ ക്രഞ്ചിയാണ്. പിന്നെ ചക്ക പ്ലസ് ഒരു പൈനാപ്പിൾ ഒരു കോംപ്ലക്സ് ടേസ്റ്റാണ് ഇതിന്. അപ്പം സാധനം കുഴപ്പമൊന്നുമില്ല, കഴിച്ച് കിട്ടിയാൽ നല്ലതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീഡുണ്ട്. കുറേ എണ്ണത്തുനിന്ന് എനിക്ക് 2 സീഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് സീഡ് മുളപ്പിച്ചിട്ട് തന്നെയാണ് ഇത് നാട്ടിൽ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ചിലർക്കൊക്കെ ഇത് കായ്ച്ചിട്ടുണ്ട് നാട്ടിൽ. എല്ലാവർക്കും കായ്ക്കുമെന്ന് അറിയില്ല. അതിലൊക്കെ കൊണ്ടുപോയി വെക്കുക. 5 സെന്റ് 6 സെന്റ് എന്നുള്ളവന് ഇത് വെക്കാതിരിക്കുക. അതിൻ്റെ മുകളിൽ ഒരു രക്ഷയില്ലാത്ത മുള്ളാണ്. ഒരു 2 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ ഒക്കെ മുകളിലുള്ള ആന വരെ അടുക്കാത്ത രീതിയിലുള്ള മുള്ളാണ്. ഓക്കെ, ഗുഡ് ഡേ ഗൈസ്.